ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ക്രിപ്റ്റോ മിനിയാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പിക്സൽ വേഴ്സിൻ്റെ എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പിക്സൽ വേഴ്സിൻ്റെ ഡാഷ്ബോർഡും അതുപോലെ മിനി ആപ്പും ടെലഗ്രാമിലത്തെ മിനി ആപ്പും നമ്മൾ വാലറ്റായിട്ട് കണക്ട് ചെയ്യണമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് വാലറ്റ് ഇവിടെ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മെറ്റാമാസ്ക് വാലറ്റാണ് ചൂസ് ചെയ്തത്. നമ്മുടെ എല്ലാ വാലറ്റും ഓൾറെഡി കണക്റ്റഡ് ആയിരുന്നു. ബൈബിറ്റിലും മെറ്റാമാസ്കിലായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ ഫോളോവേഴ്സ് കുറേ പേർക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മളെല്ലാം ഡിസ്കണക്ട് ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ കണക്ട് ചെയ്യുന്ന വീഡിയോസാണ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബൈബിറ്റിലും മെറ്റാമാസ്കും അതുപോലെ ട്രസ്റ്റ് വാലറ്റ്, ഇത് ഈ 3 വാലറ്റാണ് ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുക. 3 ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെറ്റാമാസ്കിൽ ഈ വീഡിയോ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ബൈബിൻ്റെ വീഡിയോയും പാരലായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടിലും ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ സൈറ്റിലൊക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഏത് വീഡിയോ ആണ് ഫസ്റ്റ് വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ ഏത് വാലറ്റാണെങ്കിൽ കണക്ട് ചെയ്യുക. രണ്ടും ഡിഫറൻ്റ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, ബൈബിറ്റും മെറ്റാമാസ്ക് ട്രസ്റ്റ് വാലറ്റ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ മിനി ആപ്പിൽ വരാം. മിനി ആപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പിക്സ് ഈസിയർ ക്ലെയിം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ അവിടെയാണ് പുതിയ ഗൈഡ് ലൈൻസ് വന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്കപ്പോൾ ഏത് NFT ആണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് അറിയാൻ പറ്റും. ലെജൻഡറി ആണോ എപ്പിക് ആണോ എന്നൊക്കെയുള്ളത് അറിയാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര ടോക്കൺ കിട്ടിയെന്ന് കാണാൻ പറ്റും. അതിന് താഴെ ക്ലെയിം പിക്സ് എന്നും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കേണ്ട ആവശ്യമില്ല. അതിലത്തെ കണ്ടൻറ്റാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുണ്ട് യു ക്യാൻ ഓൺലി എൻ്റർ നോൺ കസ്റ്റോഡിയൽ വാലറ്റ്. ഓക്കെ, അപ്പോൾ കസ്റ്റോഡിയൽ വാലറ്റും നോൺ കസ്റ്റോഡിയൽ വാലറ്റ് അങ്ങനെ 2 ടൈപ്പ് വാലറ്റുകളും ഉണ്ട് ക്രിപ്റ്റോ സ്പേസിൽ. ഓക്കെ, അപ്പോൾ നോൺ കസ്റ്റോഡിയൽ വാലറ്റാണ് നിങ്ങളിതിൽ കണക്ട് ചെയ്യുന്ന വാലറ്റിന് ഉറപ്പ് വരുത്തണം ഫസ്റ്റ്. അപ്പോൾ ഇതെന്താണെന്ന് സംഭവം എന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിംഗ് തൊട്ട് അവസാനം വരെ കാണാം. ഓക്കെ, എന്നിട്ട് പറഞ്ഞിട്ട് ഓൾ സെക്സ് എക്സ്ചേഞ്ച് വാലറ്റ് ആണെന്നാണ് കസ്റ്റോഡിയൽ ആൻഡ് നോൺ സപ്പോർട്ടഡ്. അതായത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ് സെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബൈനാൻസ്, ബൈബിറ്റ്, ബിറ്റ്ഗെറ്റ്, ഓക്കെ ഇതിൻ്റെയൊക്കെ എക്സ്ചേഞ്ചത്തെ വാലറ്റ് അല്ല നിങ്ങൾ കണക്ട് ചെയ്തതെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ചത്തെ വാലറ്റാണ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണക്ഷനൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ ഇത് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടോക്കൺ നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ കൊടുത്തിട്ടുണ്ട് ഓൾ ഫണ്ട്സ് സെൻഡ് ടു സച്ച് എക്സ്ചേഞ്ചസ് വിൽ ബി ബേൺഡ് ഇറിവോക്കബിളി. അതായത് അങ്ങനെ ഇവരുടെ ഗൈഡ് ലൈൻസിൽ ഉൾപ്പെടാത്ത വാലറ്റുകളാണ് നിങ്ങൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ആ വാലറ്റ് അഡ്രസ്സിലേക്കാണ് നിങ്ങൾ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടോക്കൺസൊക്കെ നഷ്ടപ്പെടും. ഒരിക്കലും അത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എത്രയാണ് പോയിന്റ് കിട്ടിയത് അതൊക്കെ NFT ആണെങ്കിൽ NFT, അല്ലെങ്കിൽ നിങ്ങളുടെ ടോക്കൺസ് ആണ് ടോക്കൺസ് പോകുന്നുള്ളത് വേറെ സംശയമില്ലാത്ത കേസാണ്. ഓക്കെ, അപ്പോൾ നോൺ കസ്റ്റോഡിയൽ വാലറ്റാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ നോൺ കസ്റ്റോഡിയൽ വാലറ്റിന് എക്സാമ്പിൾസാണ് ട്രസ്റ്റ് വാലറ്റും അതുപോലെ മെറ്റാമാസ്കും. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മൾ ബൈബിറ്റ് ആണെങ്കിലും ബൈനാൻസ് ആണെങ്കിലും അവരുടെ എക്സ്ചേഞ്ചുകളത്തെ വാലറ്റൊക്കെ നോൺ കസ്റ്റോഡിയൽ അല്ല. ഓക്കെ, അതൊക്കെ കസ്റ്റോഡിയൽ വാലറ്റാണ്. ഓക്കെ, കസ്റ്റോഡിയൽ വാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളല്ല അതിൻ്റെ ഉടമസ്ഥൻ. ആ വാലറ്റ് എപ്പോഴും, അല്ലെങ്കിൽ ആ വാലറ്റിൻ്റെ ഫണ്ടിൻ്റെ കൺട്രോൾ എപ്പോഴും വേറൊരു തേർഡ് പേഴ്സണിലായിരിക്കും. ഓക്കെ, അപ്പോൾ കസ്റ്റോഡിയൽ വാലറ്റ്, നോൺ കസ്റ്റോഡിയൽ വാലറ്റ് അല്ലെങ്കിൽ സെൽഫ് കസ്റ്റോഡിയൽ വാലറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ള ഫണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള ഫണ്ട് അത് ഏത് പേഴ്സൻ്റെ ആണോ അവർക്ക് മാത്രമായിരിക്കും അത് മൂവ് ചെയ്യാനും ഹോൾഡ് ചെയ്യാനുള്ളൊക്കെ ഇതുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഇതിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക് കാണാൻ പറ്റും പല വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഇവർ ക്ലാരിഫൈ ചെയ്തിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഡാഷ്ബോർഡിൽ കണക്ട് ചെയ്യണം സെയിം വാലറ്റ് ആയിരിക്കണം മിനി ആപ്പിൽ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ കാണുന്ന കുറേ വാലറ്റുകൾ ഇവിടെ ഉണ്ടല്ലോ, അതിലത്തെ പല വാലറ്റിൻ്റെ ഓപ്ഷൻസ് അപ്പോൾ അവിടെ കട്ടായിപ്പോയി. അപ്പോൾ അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന 3 ഓപ്ഷൻ എന്ന് പറയുന്നത് ബൈബിറ്റും അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റും അതുപോലെ തന്നെ മെറ്റാമാസ്കാണ്. ഓക്കെ, മെറ്റാമാസ്ക് ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അതർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടി വരാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്യേണ്ടത് ഡാഷ്ബോർഡിലാണ്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ഡാഷ്ബോർഡിൽ ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് മിനി ആപ്പ് ഇപ്പോൾ ഏകദേശം കുഴപ്പമില്ലാതെ വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഡാഷ്ബോർഡാണ് ഇപ്പോഴും ലോഡാവാത്തത്, അല്ലെങ്കിൽ ഇഷ്യൂസ് ഇപ്പോഴും കറൻ്റ് ഉള്ളത്. ഓക്കെ, ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ മിനി ആപ്പിൽ എപ്പോഴും നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഡാഷ്ബോർഡിലത്തെ ഓക്കെ ആയാൽ മാത്രമാണ് പിന്നെ നമുക്ക് മിനി ആപ്പിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡാഷ്ബോർഡിൽ ആണ് ഫസ്റ്റ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മെറ്റാമാസ്കിലാണല്ലോ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാം. അതായത് ക്ലോസ് ചെയ്തു. നമുക്ക് ആ ടെലഗ്രാമിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് ഇൻ ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവർക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡാഷ്ബോർഡിലേക്കാണ് പോവാറ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇതാണ് ഇഷ്യൂ, അതായത് ഡാഷ്ബോർഡ് ലോഡ് ആവണില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ക്രോമോ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വിടാം. എന്നിട്ട് എക്സ്ട്രാ പോയിൻറ്റ്സ് ഇൻ ഡാഷ്ബോർഡ്, അപ്പോൾ അതിൽ ഞെക്കുമ്പോൾ നമുക്ക് മൊബൈലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് മെറ്റാമാസ്ക് വാലറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് എക്സ്ട്രാ പോയിൻറ്റ്സ് ഇൻ ഡാഷ്ബോർഡ്, ആ ഡാഷ്ബോർഡ് ഒന്നുകൂടി ഞെക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, ഇവിടെ ക്രോം ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ മെറ്റാമാസ്കിൻ്റെ കൂടി ഓപ്ഷൻ വരും.
ഓക്കെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലിങ്ക് വഴി മെറ്റാമാസ്കിൽ പോവാം. ഇതിപ്പോൾ എല്ലാവരും മൊബൈലിൽ ഇതിങ്ങനെ വന്നൊന്നും വരില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ മെറ്റാമാസ്ക് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവല്ലോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ മെറ്റാമാസ്ക് വാലറ്റ് ഓപ്പൺ ആക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ട് നമ്മൾ ഈ ഡാഷ്ബോർഡ് കണക്ട് ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഓക്കെ. അപ്പോൾ ലോഡിംഗ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റാമാസ്ക് ഡൗൺലോഡ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇന്ന പ്രിഫറൻസ് ഒന്നും ഇല്ല, ബൈബിറ്റോ മെറ്റാമാസ്കോ ഇതോ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റും. പിന്നെ ബൈബിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് അതിൽ. അതെന്താണെന്ന് നമുക്ക് ബൈബിൻ്റെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. രണ്ടും കൂടി മിക്സ് ആക്കുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ മെറ്റാമാസ്കിൻ്റെ വാലറ്റ് എടുത്തു. നിങ്ങൾ വാലറ്റ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ, പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എടുത്തു. എന്നിട്ട് ഇതിൽ സെർച്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബ്രൗസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. ഇതാണ് ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് എടുക്കുക. ബ്രൗസ് ചെയ്യാനുള്ള ബ്രൗസർക്ക് വരാം. ഈ മെറ്റാമാസ്കിനുള്ളിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ബ്രൗസറാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചതാണ്. നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. നമുക്കതിപ്പോൾ വേണ്ട. ഓക്കെ. ഇന്ന് ലോഡായിട്ട് വരട്ടെ. ഓക്കെ. അപ്പോൾ ഞാനൊന്ന് ക്ലോസ് ചെയ്തു കേട്ടോ. ഓക്കെ. അപ്പോൾ ക്ലോസ് ചെയ്തു നമ്മൾ. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇൻ്റർഫേസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ സെർച്ച് ഓർ ടൈപ്പ് URL എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ എന്തടിച്ചു കൊടുക്കാം, നമ്മുടെ pixelverse.xyz അടിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പിക്സൽവേഴ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകും. ഓക്കെ. നിങ്ങൾ സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇവിടെ പിക്സൽവേഴ്സ് ഡാഷ്ബോർഡ് എന്ന് വരും. ഓക്കെ. അപ്പോൾ നമ്മൾ ഓക്കെ ഇവിടെ ഡാഷ്ബോർഡ് ഉണ്ട്. അപ്പോൾ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. അപ്പോഴും ഇവിടെ അടിയിൽ ഓപ്ഷൻ വരും. നിങ്ങൾ മെറ്റാമാസ്കിൻ്റെ ഉള്ളിൽ ചെയ്യുമ്പോഴും ഇവിടെ മോർ എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ അവിടെ മെറ്റാമാസ്കിൻ്റെ ഓപ്ഷൻ വരും. ഓക്കെ. അപ്പോൾ മെറ്റാമാസ്ക് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ മെറ്റാമാസ്കിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യുന്നത് മെറ്റാമാസ്ക് കണക്ട് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും എളുപ്പം ഇതാണ് പ്രൊസീജിയർ കേട്ടോ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എൻ്റെ അക്കൗണ്ട് തന്നെയാണ് ഇതിൽ തുറന്നു വന്നത്. അത് ഞാൻ ഓൾറെഡി നമ്മുടെ ഗൂഗിളിലും ക്രോമിലൊക്കെ ഈ മൊബൈലിൽ തന്നെ നമ്മുടെ അക്കൗണ്ട് മുന്നേ കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഈസി ആയിട്ട് തുറന്നു വന്നത്. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ pixelverse.x.y എന്ന് YZ എന്ന് അടിക്കുമ്പോൾ എന്താണ് രജിസ്ട്രേഷൻ്റെ ഇത് വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെയിൽ ID അടിച്ചു കൊടുക്കുക. OTP വരും. OTP അടിച്ചാൽ നിങ്ങളുടെ ആ മെയിൽ IDയിലുള്ള അക്കൗണ്ട് തുറന്നു വരും. ഓക്കെ. എന്നിട്ട് ഇതിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഓക്കെ ഇതിൽ നമ്മൾ പേരുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ പേരിൻ്റെ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ താഴെ കാണിക്കും. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ 2 വാലറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 2 വാലറ്റ് ഉള്ളത് ഏതെങ്കിലും ഒരു വാലറ്റ് കണക്ട് ചെയ്യാനുള്ളതല്ല, നിങ്ങൾ 2 വാലറ്റും മസ്റ്റായിട്ടും കണക്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ മുകളിൽ കാണുന്ന വാലറ്റ് അതാണ് നമ്മുടെ നോൺ കസ്റ്റോഡിയൽ വാലറ്റ്. നമ്മൾ മിനി ആപ്പിൽ കൊടുക്കുന്ന അതേ വാലറ്റ് ആയിരിക്കണം ഈ മുകളിൽ ഫസ്റ്റ് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ്റെ അവിടെ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ. അത് നോൺ കസ്റ്റോഡിയൽ വാലറ്റ് ആയിരിക്കണം എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ. അത് കൂടാതെ നിങ്ങളൊരു സെക്കൻഡറി വാലറ്റ് കൂടി കണക്ട് ചെയ്യണം. ആ വാലറ്റ് ടോൺ വാലറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ടോൺ നെറ്റ്വർക്കിൻ്റെ വാലറ്റ് ആയിരിക്കണം എന്ന് മസ്റ്റാണ്. ഓക്കെ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ടെലിഗ്രാമത്തെ ടോൺ സ്പേസ് ആവാം, അല്ലെങ്കിൽ ടോൺ കീപ്പർ ആവാം, അല്ലെങ്കിൽ ടോൺ ഹബ്ബ് ഉണ്ട്, പിന്നെ മൈ ടോൺ വാലറ്റ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ടെലിഗ്രാമിൻ്റെ മൈ ടോൺ സ്പേസ് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ ടോൺ കീപ്പറാണ്. ഓക്കെ. അപ്പോൾ അതിൽ ഏതിനാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 2 വാലറ്റ് എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഫസ്റ്റ് വാലറ്റ് നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ എയർ ഡ്രോപ്പിൽ നമുക്ക് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് കിട്ടുന്നത്. ഓക്കെ. ഫസ്റ്റ് കാര്യം പിക്സ്ഫയർ ടോക്കണാണ്. ഓക്കെ. സെക്കൻഡ് കാര്യം നമുക്ക് ലെജൻഡറി, എപ്പിക്, കോമൺ, അൺകോമൺ, റയർ എന്നൊക്കെ പറഞ്ഞുള്ള NFTs ആണ്. ഓക്കെ. അപ്പോൾ ആ NFT നമുക്ക് കിട്ടാൻ പോകുന്നത് ടോൺ വാലറ്റിക്കും, അതുപോലെ തന്നെ നമ്മുടെ ടോക്കൺസ് കിട്ടാൻ പോകുന്നത് നമ്മുടെ നോൺ കസ്റ്റോഡിയൽ വാലറ്റിക്കാണ്. ഓക്കെ. ഇതാണ് ഇപ്പോഴത്തെ ഒരു ഇൻഫർമേഷൻ, ഇപ്പോഴത്തെ അപ്ഡേഷൻ വഴിയുള്ള ന്യൂസാണ്. ഇങ്ങനെയാണ് അവർ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പോകുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈ കിട്ടിയിട്ടുള്ള 630 230 അല്ലെങ്കിൽ 5000 എത്ര വെച്ചാൽ കോയിൻസ് അത് നമ്മൾ മിനി ആപ്പിലല്ല അത് ക്ലെയിം ചെയ്യാം. മിനി ആപ്പിൽ നിന്ന് ഈ വാലറ്റ് സംഭവമൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡാഷ്ബോർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ജൂലൈ 25-നാണ് ഡാഷ്ബോർഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ അതൊന്നും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളതിൻ്റെ വീഡിയോസൊക്കെ സെപ്പറേറ്റ് ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഇത് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മതി. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മളിനി ഫസ്റ്റ് ടോൺ വാലറ്റ് കണക്ട് ചെയ്യാൻ പോകണം. പിന്നെ അതുപോലെ തന്നെ എന്താണ് മെറ്റാമാസ്കും. ഓക്കെ. രണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഫസ്റ്റ് മെറ്റാമാസ്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇതെടുത്തു, മെറ്റാമാസ്കിൻ്റെ ഓപ്ഷനേക്ക്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നു ഇത്രയുള്ള പരിപാടി. അതായത് ഓട്ടോമാറ്റിക്കലി ഇവിടെ തോന്നുന്നു. ഓക്കെ. മെറ്റാമാസ്ക് കൊടുത്തു. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് കണക്ട് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കണക്ട് എന്ന് കൊടുത്താൽ സംഭവം കണക്റ്റായി. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇതിവിടെ സൈൻ
എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൂടി കൊടുത്താൽ മതി. കണക്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു, പിന്നെ നിങ്ങൾ സൈനിന് കൂടി കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ കാണുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും അത് വാലറ്റ് OX58 അങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് അതുമൊന്ന് തൊടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാലറ്റിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ആ വാലറ്റിന് അതൊന്ന് കോപ്പി ചെയ്യേണ്ടി വരും കേട്ടോ. ഇപ്പോൾ കോപ്പി ചെയ്താലും കുഴപ്പമില്ല, പിന്നേലും മതി. ഓക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് കോപ്പി ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ കോപ്പി ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ടോൺ വാലറ്റാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആ മുകളിലത്തെ ടോൺ വാലറ്റ്. അപ്പോൾ ടോൺ വാലറ്റ് കണക്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, അപ്പോൾ അത് വലിയ സംഭവമല്ല. എടുക്കണം, ഞാൻ ടോൺ സ്പേസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ വാലറ്റിൻ ടെലഗ്രാം എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക് ടെലഗ്രാമിൻ്റെ ഇത് വരും. അപ്പോൾ ടെലഗ്രാമാണ് എടുക്കേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ടെലഗ്രാമിലേക്ക് പോകും, നമ്മുടെ വാലറ്റ് ഓപ്പൺ ആയി വരും. ടോൺ സ്പേസ് ആയിട്ടാണ് കണക്ഷൻ വരാം ഓട്ടോമാറ്റിക്കലി. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് എല്ലാ സ്റ്റെപ്പും നമ്മൾ വിടാതെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോഡാവാത്തൊരു ഇഷ്യൂസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ വാലറ്റ് ലോഡായി വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ടോൺ സ്പേസിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഈ മെറ്റമാസ്കിൽ നിന്ന് ടെലഗ്രാമിലേക്ക് വരുന്നതിൻ്റെ ഒരു സ്ലോ ആണ്. ഓക്കെ, അപ്പോൾ കണക്റ്റ് വാലറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കണക്റ്റ് വാലറ്റിൽ കൊടുത്തു. അപ്പോൾ ഡൺ, കണക്റ്റായി. അപ്പോൾ ടോൺ സ്പേസിലേക്കാണ് വന്ന് നോക്കുന്നത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യണമെന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഡാഷ്ബോർഡിൽ കൂടെ ചെക്ക് ചെയ്താലും മതി. അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത് ഇൻസ്റ്റയിൽ റീലൊക്കെ ഇട്ടുള്ളതാണ്. സെറ്റിങ്സിൽ പോവുക, സെറ്റിങ്സ് പോയിട്ട് കണക്റ്റഡ് ആപ്സ്. ഓക്കെ, അടുക്കണിയാൽ ഓട്ടോമാറ്റിക്കലി ആൾ വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതെവിടെ കാണാൻ പറ്റും, പിക്സൽവേഴ്സ് കണക്റ്റഡ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അത് ബാക്ക് അടിക്കാം. ഇനി നമ്മൾ അവിടേക്ക് പോവാം, തിരിച്ച് മെറ്റമാസ്കിലേക്ക് തന്നെ പോവാം. ഓക്കെ, പാസ്വേഡ് എടുത്ത് ഓപ്പൺ ആക്കാം. വീണ്ടും പഴയ പോലെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, മെറ്റമാസ്ക് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും ഓപ്പണായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, വാലറ്റിൻ്റെ ഓപ്ഷനിൽ പോവാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ടോൺ വാലറ്റ് ഇവിടെ കണക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, മറ്റേ വാലറ്റ് ഇപ്പോൾ കണക്റ്റായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ അത് വലിയ ഇഷ്യൂ ആയിട്ട് കണക്കാക്കേണ്ട. നിങ്ങൾ ഓൾറെഡി റിഫ്രഷ് ചെയ്താൽ അത് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടോൺ വാലറ്റ് ഓൾറെഡി ആയല്ലോ. നമ്മൾ ഇതേപോലെ തന്നെ എന്താ മതി, ഒന്നുകൂടി ഒന്ന് ചെയ്യാൻ നോക്കിയാൽ മതി. മെറ്റമാസ്കിൽ ഒന്ന് ചെയ്യാൻ നോക്കിയാൽ ഇതിനുള്ളിൽ തന്നെ കണക്റ്റ്, അതുപോലെ സൈൻ എന്നുള്ള ഓപ്ഷൻ വരും. ഓക്കെ, എന്നിട്ട് സൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ സൈൻ ആയിട്ടോ. എന്നിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യുമ്പോൾ രണ്ട് വാലറ്റും കണ്ടല്ലോ, രണ്ടിൻ്റെ അവിടെയും അഡ്രസ്സ് കാണിക്കും. ഇനി ഇതിലത്തെ ഫസ്റ്റ് വാലറ്റിൻ്റെ അഡ്രസ്സാണ് നിങ്ങൾ എവിടെ കൊണ്ടുപോകേണ്ടത്, മിനി ആപ്പിൽ പോയിട്ട് അവിടെ പേസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾ വേറെ മിസ്റ്റേക്ക് ഒന്നും വരുത്താണ്ടിരിക്കുകയാണ്. അത് പലരും എന്താണ് ഇത്തീരിയത്തിൻ്റെ അഡ്രസ്സ്, അതുപോലെ USDTയുടെ അഡ്രസ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ മാറുന്നുണ്ട്. ഓരോ വാലറ്റിനും കണക്ട് ചെയ്യാനായിട്ട് ഓരോ അഡ്രസ്സാണ് വരുന്നത്. ഓക്കെ, അത് മാത്രമല്ല ട്രസ്റ്റ് വാലറ്റിൻ്റെ പ്രോസസ്സല്ല മെറ്റാമാസ്കിന് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മെറ്റാമാസ്കിൻ്റെ ആ വാലറ്റ് അഡ്രസ്സിൻ്റെ അവിടെ ഞെക്കാം. അപ്പോൾ വാലറ്റ് ഒന്ന് കാണും, നേരത്തെ കാണിച്ചു തന്നാണ്. എന്നിട്ട് ഇതെന്ത് ചെയ്യാം, ഒന്ന് കോപ്പി ചെയ്യുക. കാണാൻ പറ്റും OX58CCFO, അതാണ് ഇത് വരുന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇത് കോപ്പി ചെയ്യാം, OX58. അപ്പോൾ എല്ലാത്തിലും കോപ്പി ചെയ്യുന്ന വരില്ല, നമ്മളൊരു കോപ്പി ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ കോപ്പി ആയി എന്ന് വിചാരിക്കാം. നമ്മളെന്ത് ചെയ്യാം, ഇനി നമുക്ക് മിനി ആപ്പിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, ടെലഗ്രാമിൽ വന്നു. അപ്പോൾ ടെലഗ്രാമിൽ നേരത്തെ ടോൺ സ്പേസ് ആണ് ഓപ്പൺ ആക്കിയതുകൊണ്ട് ടോൺ സ്പേസിലേക്ക് ആയിരിക്കും ചിലപ്പോൾ, അല്ല നമ്മുടെ ഇതിലേക്ക് തന്നെ വന്നു. നമ്മൾ മിനി ആപ്പ് ഓപ്പൺ ആക്കാം. മിനി ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ വാലറ്റിൻ്റെ ഓപ്ഷനിൽ പോയിട്ട്, ഓക്കെ, വാലറ്റിൻ്റെ ഓപ്ഷനിൽ പോവാം. എന്നിട്ട് താഴേക്ക് പോവാം. ഇതിൽ മെറ്റമാസ്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കാണ് പോകണം കേട്ടോ. അതർ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഡെപ്പോസിറ്റ് അഡ്രസ്സിൻ്റെ അവിടെ എന്ത് ചെയ്യുക, നമ്മൾ ആ ഡാഷ്ബോർഡിൽ ഉണ്ടെന്ന അഡ്രസ്സില്ലേ, ആ സെയിം അഡ്രസ്സ് തന്നെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് സെയിം ആണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മളവിടെ നോക്കിയിട്ടുണ്ടെന്ന് OX58 എന്നാണ് സ്റ്റാർട്ടിങ് വരുന്നത്, അതുപോലെ തന്നെ FO എന്നാണ് എൻഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയ്ഡ് ഇറ്റ് എന്ന് കൊടുക്കാം, മെയ്ഡ് ഇറ്റ്. അപ്പോൾ ഓട്ടോമാറ്റിക് കുറച്ച് നേരം ഇതിങ്ങനെ കറങ്ങും. എന്നിട്ട് ചില സമയങ്ങളിൽ ഓക്കെ ഇത് ഓക്കെ ഉണ്ട്, ചില സമയങ്ങളിൽ ഇത് എന്താണ് ഈ അഡ്രസ്സ് കറക്റ്റ് അല്ല എന്ന് വരാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡാഷ്ബോർഡത്തെ അതേ അഡ്രസ്സ് തന്നെ കോപ്പി ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ സൈറ്റ് ഇഷ്യൂ ആണെന്ന് വിചാരിച്ചാൽ മതി. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ ചെയ്യുക, ട്രൈ ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ കണക്റ്റ് ആയിട്ട് ഇവിടെ മെയിൻ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഇവിടെ മിനി ആപ്പിൽ 5 6 വാലറ്റ് കണക്ട് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഓക്കെ, ഇവിടെ നമുക്ക് കണക്ട് ചെയ്യണം അതേ വാലറ്റ്, നോൺ കസ്റ്റോഡിയൽ വാലറ്റ് തന്നെ ഡാഷ്ബോർഡ് വേണം. അത് കൂടാതെ ഡാഷ്ബോർഡിൽ ടോൺ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ടോണിൻ്റെ ഒരു വാലറ്റ് കൂടി കണക്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് കാര്യമുള്ളൂ.
ഓക്കെ. ഇത് ചെയ്യാത്തവർ, ഇത് പറ്റാത്തവർ ബൈബിറ്റിൻ്റെ വീഡിയോ നോക്കാം. ബൈബിറ്റ് ചെയ്യാൻ പറ്റാത്തവർ ഇത് ചെയ്യാം. ഓക്കെ. ആ ബൈബിറ്റിനും എന്തുണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്. ബൈബിറ്റിൻ്റെ എക്സ്ചേഞ്ചിൻ്റെ വാലറ്റും എന്താണ്, നോൺ കസ്റ്റോഡിയൽ അല്ല, കസ്റ്റോഡിയലാണ്. പക്ഷേ ബൈബിറ്റിൻ്റെ വെബ്3 വാലറ്റ് ഉണ്ട്, അത് പക്ഷേ എന്താണ്, നോൺ കസ്റ്റോഡിയലാണ്. അപ്പോൾ അതാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ സാധാരണ നമ്മൾ എന്താണ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബൈബിറ്റ് എന്താണ് ഡൗൺലോഡ് ചെയ്തിട്ട് ചുമ്മാ ഏതെങ്കിലും അഡ്രസ്സ് എടുത്തിട്ട് കാര്യമില്ല. അത് വെബ്3യിലത്തെ വാലറ്റ് ആയിരിക്കണം. വെബ്3യിൽ തന്നെ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്, അതിലുണ്ട് 2 വാലറ്റൊക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണുന്നവർക്ക് അതിൻ്റെ വീഡിയോ നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് മെറ്റാമാസ്ക് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രണ്ടിനും കണക്ട് ആയിട്ട് സംഭവം സെറ്റ് ആയിട്ട്. ഓക്കെ. ഇനിയിപ്പോൾ ഇതിൻ്റെ വിഡ്രോവൽ ക്ലെയിമിംഗ് പ്രോസസ്സൊക്കെ നമ്മൾ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ ഇത് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ റിയൽ ടൈം അപ്ഡേറ്റ്സിനായിട്ട് ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം